ഹായ് ഫ്രണ്ട്സ്, ഡിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓറഞ്ച് ഫ്രൂട്ട്സ് ക്യാൻഡീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പേര് കേൾക്കുമ്പോൾ വിചാരിക്കാൻ കിട്ടണോ എത്ര പേര് വരുന്നില്ലേ. നമ്മുടെ സാധാരണ ഓറഞ്ച് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാം. നമ്മുടെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഓറഞ്ചിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ഓറഞ്ച്, പിന്നെ ഒരു 50 ഗ്രാം പഞ്ചസാര, ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം, ഇത്ര കൂട്ടാണ് നമുക്കിതിൽ വേണ്ടത്. പിന്നെ കുറച്ച് പഞ്ചസാര ഒന്ന് പൊടിച്ച് വയ്ക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് ഈ പഞ്ചസാര ഈ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒരു നൂൽ പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു നൂല് പരുവം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഓറഞ്ച് തൊലിയൊക്കെ കളഞ്ഞ് ഓരോ അല്ലി എടുത്തിട്ട് അതിൻ്റെ ഞാരുകളൊക്കെ കളഞ്ഞ് വെക്കാം. ചെറിയ ചെറിയ ഞാരുകളുണ്ടല്ലോ, അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് തിരിച്ച് വയ്ക്കാം. നമ്മുടെ പഞ്ചസാര ഒരു നൂല് പരുവാവണ വരെ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളത് ഒരു നൂലായോ എന്ന് അറിയാനായിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ഒറ്റ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് പരന്ന പോണത് ഉണ്ട്. അപ്പോൾ ഇത് നൂലായിട്ടില്ല. പിന്നെ ഇത് നന്നായി ഉണ്ടയായിട്ട് വരുമ്പോഴാണ് ഒരു നൂലായി വരാം കേട്ടോ. ഏകദേശം അങ്ങനെ ആയി വരുന്നുണ്ട്. കുറച്ചും കൂടി ആവണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ആയിട്ട് വേണം ഇതിലേക്ക് ഓറഞ്ച് നമുക്ക് ഇടാനായിട്ട്. തീ നന്നായി കുറച്ചിട്ടിട്ട് വേണം നമ്മുടെ ഈ ഓറഞ്ച് അതിലിട്ടിട്ട് നന്നായി ഒരു മിനിറ്റ് നേരം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും പഞ്ചസാര സിറപ്പ് ആയി തന്നെ. ഇനി ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് നേരം ഇരുന്നതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ട് അതിൽ മുക്കിയിട്ട് എടുക്കണം. അപ്പോഴാണ് നമ്മുടെ മിഠായി റെഡി ആവുക കേട്ടോ. നമ്മുടെ ഈ ഓറഞ്ച് എടുത്ത് നമ്മൾ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതിലിങ്ങനെ മുക്കി വയ്ക്കുക. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കാം. അതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഓറഞ്ച് ഫ്രൂട്ട് ക്യാൻഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓറഞ്ച് ഉള്ളപ്പോൾ ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്ക് ബൈ.